ചക്കയെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലെ ചക്ക കൊയ്തെടുക്കണം. ചക്ക കൊയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തലയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ചക്ക മുറിച്ച് അതിൻ്റെ ചുളകൾ ഇതുപോലെ ഒരു പാത്രത്തിലെടുക്കുക. പിന്നീട് ഓരോ ചുളയും എടുത്തിട്ട് അത് ചെറിയ കഷങ്ങളാക്കി മാറ്റണം. എന്നാലേ അത് എളുപ്പത്തിൽ വേവുകയുള്ളൂ. ചക്ക ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫലമാണെന്ന് അറിയാമല്ലോ. പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലൊരു ഭക്ഷണമാണ് ചക്ക. ചക്ക ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. കേരളത്തിലുണ്ടാകുന്ന 60% ചക്കകളും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിപ്പോകുന്നത് കാണാം. ഈ ചക്കയെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും സാധാരണ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി പിണറായി വിജയൻ്റെ ആദ്യത്തെ ഭരണസമിതി 6 കോടി നീക്കിവെച്ചിരുന്നു. പക്ഷേ അതെവിടെയും ഫലപ്രദമായില്ല. ഇപ്പോൾ വന്ന പുതിയ സർക്കാർ, വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, അന്ന് നടക്കാതെ പോയ, കഴിഞ്ഞ സർക്കാരിന് സാധിക്കാതെ പോയ ആ കാര്യം ചക്കയെ സംബന്ധിച്ചുള്ള പഠനവും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും പുനരാരംഭിക്കണമെന്ന് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് നമുക്ക് തേങ്ങ വേണം. ചക്കക്ക് തേങ്ങ നല്ലതാണ്. ചക്കക്ക് മാത്രമല്ല, എല്ലാ വിഭവങ്ങൾക്കും തേങ്ങ നല്ലതാണല്ലോ. ഇതുപോലെ ചക്ക ചിരണ്ടി എടുക്കുക. ശേഷം ഒരു മിക്സിയിൽ പച്ചമുളക്, പെരുംജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവ ഇതുപോലെ ചേർക്കുക. അതിന് ശേഷം ഇത് നാം എന്ത് ചെയ്യണം? ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. പിന്നീട് നാം നേരത്തെ മുറിച്ച് വെച്ച ചക്ക ഇതുപോലെ അടുപ്പത്ത് വെക്കണം. സ്റ്റൗവിലോ അടുപ്പത്തോ അല്ലെങ്കിൽ ഹീറ്ററിൽ എങ്ങനെയായാലും ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. മഞ്ഞളും ഉപ്പും ചേർന്ന ശേഷം പിന്നീട് നാം എന്ത് ചെയ്യണം? ഇതുപോലെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ കടുകും പിന്നീട് കറിവേപ്പിലയും ഇട്ടിട്ടത് വറവ് കഴിക്കണം. ഇതിന് വറവ് കഴിക്കുക, തൂനിക്കുക എന്ന് പല പേരുകളും പറയാറുണ്ട്. സംഗതി ഇതാണ്. ഈ ചിത്രത്തിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ കറിവേപ്പിലയും കടുകും ഇട്ട് അത് മൂപ്പായതിന് ശേഷം ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചക്കയുണ്ടല്ലോ, അത് ഇതുപോലെ ചീനച്ചട്ടിയിൽ ഇടുക. അത് നമുക്ക് എത്രയാണ് നമ്മൾ ഉണ്ടാക്കിയത് അത് തീർത്തും ചീനച്ചട്ടിയിലിട്ടതിന് ശേഷം ഇതുപോലെ കൂട്ടിക്കുഴക്കുക. ഇത് അത്യാവശ്യമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം അതിൻ്റെ കൂടെ കുറിയരിക്കഞ്ഞി അല്ലെങ്കിൽ നെല്ലൂത്തരിക്കഞ്ഞി കൂടി ഉണ്ടെങ്കിൽ സംഗതി കുശാർ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ചെയ്യാൻ മറക്കരുതാരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.